ആലപ്പുഴയിലേക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോയിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ആലപ്പുഴയില് ഹൗസ് ബോട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പൊ കുറെ നാളായിട്ടുള്ള വാപ്പിച്ചൊരു ആഗ്രഹമാണ് ഹൗസ് ബോട്ടിലേക്ക് ഒന്ന് പോകണം എന്നുള്ളത്. ഇതപ്പോൾ ഞങ്ങളുടെ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഡിസംബർ വെക്കേഷന് എൻ്റെ സിസ്റ്ററും ഫാമിലിയും ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തു പോകാനുണ്ടായത്. കാരണം ഇങ്ങനെ ഒരു ചാൻസും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. എല്ലാവരും ഒരുമിച്ചൊക്കെ വളരെ കുറവായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഇത്തിരി കൂടുതലായിരുന്നു. പക്ഷെ നമ്മൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പ്ലാൻ ചെയ്തു. അപ്പൊ പെട്ടെന്നായിരുന്നു പ്ലാനിങ്ങും പോക്കും ഒക്കെ. പിന്നെ ന്യൂ ഇയർ സമയത്ത് ആകുമ്പോൾ റേറ്റ് ഒക്കെ കുറച്ച് കുറയും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾക്ക് അതുവരെ നമുക്ക് കാത്തിരിക്കാനുള്ള ടൈമില്ല. സിസ്റ്ററൊക്കെ തിരിച്ചു പോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഡിസംബർ വെക്കേഷൻ ലാസ്റ്റോട് കൂടിയാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പൊ അതൊരു പീക്ക് ടൈം ആയിരുന്നു. ആ ഒരു സമയത്തൊക്കെ നല്ല റേറ്റ് കൂടുതലുള്ള ഒരു ടൈമാണ്. സീസൺ ടൈം അല്ലെങ്കിൽ റേറ്റ് നല്ല കുറവായിരിക്കും. അപ്പൊ ഇതാണ് സ്റ്റാർട്ടിങ് നമ്മൾ കയറുന്നത്. ഈ ആള് ഇങ്ങനെ വീലൊക്കെ തിരിക്കുന്നുണ്ടോ, ആ വഴിയാണ് ഞങ്ങൾ കയറിയത്. ഇതാണ് ഡൈനിങ് ഹാളൊക്കെ വരുന്നത്. ഇവിടെ ഇരുന്നിട്ടുള്ള വ്യൂ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഹാളില് TV ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്. TV ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കൂളർ ഉണ്ട്. പിന്നെന്താ, ഞങ്ങളൊരു 10 മണി നേരത്താണ് ബോട്ടിൽ കയറിയത്. ആ ഒരു സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷെ അവിടെ സോഫ സെറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കാണാൻ നല്ല രസമുണ്ട്. അപ്പൊ ഇത് ഒരു ചെറിയൊരു വാഷിംഗ് ഏരിയ വരുന്നുണ്ട്. ഇതൊരു ബെഡ്റൂം ആണ്. ഞങ്ങൾ 3 ബെഡ്റൂം ഹാളാണ്, അങ്ങനെയാണ് ഞങ്ങൾ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 ബെഡ്റൂംസ് നമുക്ക് കാണാം. ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അത് ടോയ്ലറ്റ് ഉണ്ട്, എല്ലാത്തിനും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ട്. എല്ലാം അത്യാവശ്യം തരക്കേടില്ലാത്ത ക്ലീനിങ് ഉണ്ട്, വൃത്തിയുണ്ട്. ഫാനൊക്കെ കണ്ടോ, മുകളിൽ നിന്ന് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സീലിംഗ് ഫാനാണ് വരുന്നത്. AC ഒന്നുമില്ല. AC ഉണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്യണം, അങ്ങനെയായിരുന്നു. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ കാറ്റൊക്കെ അടിക്കുന്നത് കൊണ്ട് അത് പോപ്പപ്പ് ചെയ്ത് പോയി. അപ്പോൾ റൂമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 3 ബെഡ്റൂമിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2 ബെഡ്റൂം ആണെങ്കിലും 3 ബെഡ്റൂം ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ഒരു 1000 റുപ്പീസിന്റെ റേറ്റ് വരുന്നുള്ളൂ, ചേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് 3 ബെഡ്റൂം തന്നെ എടുത്തു. ഞങ്ങൾ അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട്. അപ്പൊ താഴെ 2 ബെഡ്റൂം ആണ് വരുന്നത്, പിന്നെ മുകളിലാണുള്ളത്. അപ്പൊ മുകളിലേക്ക് അപ്സ്റ്റേഴ്സിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അപ്പൊ അപ്സ്റ്റേഴ്സ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. പക്ഷെ ഇവിടെ കണ്ടോ, അത്യാവശ്യം രാവിലെ ആയതുകൊണ്ട് ആ ഒരു സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടൊക്കെ നല്ല പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബൽക്കണി പോലെ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ നല്ല വെയിലായതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റിയിരുന്നില്ല. കുറച്ചു നേരം നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോരേണ്ടി വരുമായിരുന്നു. പക്ഷെ ഓവറോൾ നല്ല രസമാണ്. ഒരുപാട് പേര് ഫാമിലി ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവും. ഇത് ഞങ്ങളുടെ ഫാമിലി മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അത് തന്നെ നല്ല രസമുണ്ടായി. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അവർക്കൊക്കെ ഭയങ്കര ഇത് ഇങ്ങനത്തെ ഒക്കെ കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറിട്ടൊരു കാഴ്ചയാണല്ലോ. കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു പുതുമ തോന്നിയിരുന്നു. പിന്നെ ഇതാണ് മുകളിലേക്കുള്ള ആ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പൊ ഇവിടെ താഴത്തെ ബെഡ്റൂം ഒക്കെ പോലെ തന്നെ സെയിം തന്നെയാണ്. പിന്നെ കപ്പിൾസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും കൂടുതൽ ഈ ബെഡ്റൂമിന്റെ ഒക്കെ ആവശ്യം വരിക. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബോട്ടിങ്ങിൽ പോകുമ്പോൾ നമ്മൾ അധികം നേരം ബെഡ്റൂമിലൊന്നും ഇരിക്കില്ല, ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ ഇവിടെ നല്ലൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പൊ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് അവർ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈം. 4 മണിക്കുള്ളിൽ തിരിച്ച് അവിടെ ഒരു നമ്മളെ കരക്ക് എത്തിക്കുമായിരുന്നു. അപ്പോൾ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഇവിടെ ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ടുള്ള കാഴ്ച കാണലാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ചുറ്റും പോകുന്നുണ്ടായിരുന്നു. ഫോറിനേഴ്സാണ് കേട്ടോ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റുള്ള ബോട്ടുകൾ പോകണ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഹായ് കൊടുക്കാം, അതൊക്കെ ഉള്ളൊരു നല്ല രസമാണ്. പിന്നെ അവർ ചിലപ്പോൾ ആ ബോട്ടിലിരുന്നിട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യുന്നുണ്ടാവും. പിന്നെ കുറേ വലിയ വലിയ ബോട്ടുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ഫാമിലികളായിട്ട് വരുന്നവരുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ട് പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ബോട്ട് പതുക്കെയാണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ തീരങ്ങളൊക്കെ എത്തുമ്പോൾ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. ആ ഒരു സംഭവം തന്നെയായിരുന്നു നമ്മൾ നേരിട്ട് കാണുമ്പോഴും ഉണ്ടായിരുന്നത്. അത് ശരിക്കും നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. ഹൗസ് ബോട്ട് മീൻസ് ഹൗസ് നമ്മുടെ ഹൗസ് പോലെ ഹൗസിന്റെ പോലെയാണ്. ഹലോ മൈ ഫ്രണ്ട് ബോട്ട്
അവിടെ ഒരു റൂമുണ്ട്, മേലയിലൊരു റൂമുണ്ട്, താഴെ 2 റൂമുണ്ട്, പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്, ഹാളുണ്ട്, പിന്നെ കയ്യേലാൻ സ്ഥലമുണ്ട്, പിന്നെ ടോട്ടൽ 3 മേലെ TV കാണാൻ പോലുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മേലെ ഇത് ഇങ്ങനെ കാണാം, കുറെ ബോട്ട് വ്യൂ ഉണ്ടാവും. ഇവിടെ ഫുള്ള് വെള്ളമുണ്ട്, പിന്നെ ബോട്ടുണ്ട്, പിന്നെ ഐലൻഡ്സ് ബോട്ടാണ് അവിടെ ഹൗസ് ബോട്ട്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? തുടങ്ങിയിട്ട് ഞാൻ ചോദിച്ചു. അപ്പൊ മുകളിൽ ഒരു സ്പീക്കറും മൈക്ക് സെറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് യൂസ് ചെയ്യാം, ബ്ലൂടൂത്ത് വഴി പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്യാം. അപ്പൊ കുറെ നേരം ഞങ്ങൾ അങ്ങനെയൊക്കെ കുട്ടികൾ എൻജോയ് ചെയ്തു. കുട്ടികൾക്കായിരുന്നു കൂടുതൽ ഒരു രസം ഉണ്ടായിരുന്നത്, അവർക്ക് ഭയങ്കര ഒരു പ്രത്യേകത തോന്നിയിരുന്നു. പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത്. അപ്പൊ അവര് ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പൊ ഞാൻ പതുക്കെ ഈ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഇവിടെ എത്തിയപ്പോ ഈ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല പൊള്ളണ വെയിലായിരുന്നു, ഈ ഒരു ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് അവിടുന്ന് ഓടിപ്പോന്നു. കേട്ടോ, പിടിച്ചോളാം. ആസിങ്ങോട്ട് പോരെ. ഇതാരിത്? ചുളാൻ അങ്ങനെ പറയാൻ പിടിക്കാൻ പറഞ്ഞിട്ടില്ല. അമ്മത് ഫോണിൽ നല്ലൊരു വീഡിയോ എടുക്കട്ടടാ. ഹൗസ് ബോട്ടൊക്കെ അങ്ങനെ ആസ്വദിച്ച് നമ്മൾ നടുക്കടലിൽ എത്തുമ്പോൾ, നടുക്കടലാണോ നടുപ്പുഴയാണോ എന്നറിയില്ല, എന്താണെങ്കിലും ആ ഒരു സെന്ററിൽ എത്തുമ്പോൾ അവിടെ കുറേ സ്പീഡ് ബോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറാം. അത് എക്സ്ട്രാ പേയ്മെന്റ് ആണ് കേട്ടോ. ആ ഒരു പേയ്മെന്റ് അത്യാവശ്യം കത്തിയായിരുന്നു, പക്ഷെ അളിയനെ ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. എന്താണെങ്കിലും നമ്മൾ വന്നതല്ലേ, നമുക്ക് ഇതിലും കൂടി കയറാൻ പറഞ്ഞിട്ട് അളിയനെ അത് മൊത്തം സ്പോൺസർ ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്താണെങ്കിലും അളിയൻ പറഞ്ഞതിലെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ത്രില്ലിംഗ് ആയിരുന്നു. അപ്പോൾ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് കയറിയത്. അപ്പോൾ ഒരെണ്ണം കുറവുണ്ടായിരുന്നു, കുഞ്ഞു മോനായതുകൊണ്ട് പിന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട്, പിന്നെ അത് ഇങ്ങനെ നമ്മൾ അത്യാവശ്യം സേഫ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് ഞങ്ങൾ എന്നാ പിന്നെ പോവാന്നുള്ള ലെവലിൽ കയറി. അപ്പൊ ഇതുമ്മിൽ കയറാനായിട്ട് എല്ലാവരും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അപ്പൊ വാപ്പിച്ചി മാത്രം
എന്താ വന്നില്ല കേട്ടോ. വാപ്പച്ചിക്ക് അങ്ങനെ സ്പീഡ് ബോട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വാപ്പച്ചി മാത്രം മെയിൻ ബോട്ടിലിരുന്നു. അപ്പൊ സ്പീഡ് ബോട്ടിൽ കയറിയത് ഒട്ടും നഷ്ടമായില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇനിയും കുറെ നേരം കൂടി കറക്കിയിരുന്നെങ്കിലും തോന്നിയിരുന്നു. അപ്പൊ അത് നല്ല എൻജോയ് ചെയ്തിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. അതിനുശേഷം ഇത്തിരി നേരം കൂടി ഒന്ന് കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷമാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഉച്ചയ്ക്ക് ഫുഡിൽ ഉണ്ടായിരുന്നത് ഓൾറെഡി അവർ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ മെനു പറയും ഇന്ന സാധനങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിലുണ്ടായിരുന്നത് ചോറും അതുപോലെ കരിമീനാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. ബാക്കി മീനുകളൊക്കെ ഞങ്ങൾ എക്സ്ട്രാ പേ ചെയ്യുകയാണ് ചെയ്തത്. അവർ തീരത്ത് എത്തിയപ്പോൾ അവിടുന്ന് പൈസ പറഞ്ഞ് ചെമ്മീന്, കാളാഞ്ചി അങ്ങനെയുള്ള മീനുകളൊക്കെ ഞങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് മേടിക്കാൻ കേട്ടോ ചെയ്തത്. അപ്പൊ അത് മെനുവിൽ ഉണ്ടായിരുന്നത് കരിമീന്, റൈസ്, സാലഡ്, ചിക്കൻ കറി, പപ്പടം, മോര് കറി, ഇതൊക്കെയാണ് മെനുവിൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് മീൻ കറി, അതൊക്കെ മെനുവിൽ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള പൊരിച്ച ഫ്രൈസ് ഒക്കെ, ചെമ്മീന്, കാളാഞ്ചി ഒക്കെ ഞങ്ങൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. അതുപോലെ നമ്മൾ പാക്കേജിൽ തന്നെ പറയും ഫുഡ് എന്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കലക്കിയ വെള്ളമാണ് തന്നത്. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കലക്കിയ വെള്ളം തന്നപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാക്കേജ് പോലെയാണല്ലോ. അപ്പൊ നമ്മൾ അത്രയും പ്രതീക്ഷിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാവരുടെയും കൂടിയുള്ളൊരു ഫണ്ടായതുകൊണ്ട് നമ്മളത് അങ്ങനെ അത്ര അങ്ങോട്ട് കെയർ ചെയ്ത് പോയില്ല. അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടി വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും നല്ല വൈബായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്. ഞങ്ങൾ കുറെ നേരമായി വന്ന് നമ്മൾ അറിയില്ല ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകുന്നതുകൊണ്ട് പോകാനായ ടൈം ആകുമ്പോഴേക്കുമാണ് അയ്യോ ഫോട്ടോ എടുത്തില്ല എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വന്നത്. അതുവരെ ഫുള്ള് കാഴ്ചകൾ കാണായിരുന്നു. അതുപോലെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കുറെ ബോട്ടുകൾ കണ്ടിരുന്നു. അത് വൈകുന്നേരത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന ബോട്ടുകളായിരുന്നു. പിന്നെ കുറെ റിസോർട്ടുകൾ കണ്ടിരുന്നു. അപ്പൊ നല്ല നല്ല അടിപൊളി കാഴ്ചകളായിട്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് എൻഡ് അപ്പ് ചെയ്തത്. അപ്പൊ ഈവനിങ്ങിന് ഞങ്ങൾക്ക് ബനാന ഫ്രൈസും ചായയാണ് ഉണ്ടായിരുന്നത്. അത് പാക്കേജിനുള്ളിൽ തന്നെ ഉള്ള ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടോട്ടൽ എമൗണ്ട് വന്നത് 22,000 ആണ്. അതുപോലെ സ്പീഡ് ബോട്ടിന് പെർ ഹെഡ് 300 ആണ് എക്സ്ട്രാ വന്നത്. പിന്നെ അതുപോലെ മീനൊക്കെ ഞങ്ങൾ എക്സ്ട്രാ മേടിച്ചതായിരുന്നു, ചെമ്മീന്, കാളഞ്ചിയൊക്കെ. ഫുഡ് പാക്കേജിൽ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉച്ചക്കത്തെ ഫുഡും വെൽക്കം ഡ്രിങ്കും ഈവനിങ് സ്നാക്കും ആയിരുന്നു. പിന്നെ എക്സ്ട്രാ ഞങ്ങൾ തൃശ്ശൂർന്ന് ആലപ്പുഴയിലോട്ടാണ് വന്നത്. അപ്പോൾ വണ്ടിയുടെ പൈസ വേറെ വന്നു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നന്നായി അടിച്ചു പൊളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് ഞങ്ങളോട് റീച്ച് ചെയ്യുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 11 ആണ്. 11 to 5 o'clock വരെയാണ് സ്പെൻഡിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് 10 to 4 o'clock വരെയാണ് കയറുന്നതും ഇറങ്ങുന്നതുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡീറ്റെയിൽസിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സും നോക്കുക കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരെയും ബൈ ബൈ.